നമസ്കാരം. ഞാനൊരു നെറ്റ്ഫ്ലിക്സിലൊരു പുതിയ സീരീസ് വന്നിട്ടുണ്ട്, അഡോൾസൻസ് എന്ന് പറഞ്ഞുകൊണ്ട്. കിടിലം കേട്ടോ. എന്ന് വെച്ചാൽ ഓരോ എപ്പിസോഡ് 4 എപ്പിസോഡുള്ള ഒരു ലിമിറ്റഡ് സീരീസാണ്. എന്തായാലും അല്പ ക്ഷമ വേണം. ക്ഷമ വെച്ച് കണ്ടു തീർത്താണ്ടല്ലോ. ഇതുപോലെ അടുത്ത കാലത്ത് നല്ലൊരു വെബ് സീരീസ് വന്നിട്ടില്ല. കിടിലൻ എക്സ്പീരിയൻസാണ് എനിക്കുണ്ടോ. അതിൻ്റെ അവരുടെ പെർഫോമൻസ്, വർക്ക് എന്ന് വെച്ചാൽ ഒരു വൺ ഷോട്ടിലാണ് ഓരോ എപ്പിസോഡിലിരിക്കുന്നത്. ഒരു ഷോട്ടിന് കട്ടോ എഡിറ്റോ ഒന്നുമില്ല, തന്നെ ക്യാമറ പോകുന്നു. ക്യാമറയുടെയൊക്കെ വർക്കെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ കിടിലൻ. അതുപോലെ തന്നെ പെർഫോമൻസ്. അതിനകത്തുള്ള ഒരു കൊച്ചു പയ്യൻ ഒരു കൊലക്കേസിൽ പ്രതിയാവുന്നു. 13 വയസ്സുള്ളൊരു പയ്യൻ കൊലക്കേസിൽ പ്രതിയാവുന്നു. അവിടെ തൊട്ടാണ് ഈ പടത്തിൻ്റെ, അവനെ പിടിക്കുന്ന തൊട്ടാണ് പടത്തിൽ ഈ വെബ് സീരീസിൻ്റെ സ്റ്റാർട്ടിങ്. ഓരോ കഥാപാത്രങ്ങളും, അതിനകത്ത് പോലീസിൻ്റെ സംഘർഷം, ഈ പയ്യൻ, ഈ കൊച്ചിൻ്റെ മാതാപിതാക്കളുടെ സംഘർഷം, നമ്മുടെ അയൽവക്കംകാരുടെ, നമ്മളൊക്കെ പറയല്ലേ ഈ പുറത്തൊക്കെ പോകുന്നവർ അവർക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കുക, അയൽവക്കത്തെ യാതൊരു പ്രശ്നം. ഇതൊന്നും അങ്ങനെയല്ല. അയൽവക്കത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു, അവിടെ എന്താ ഈ വീട്ടിൽ എന്താ സംഭവിക്കുന്നതെന്ന്. അതുപോലെ ആ കൊച്ചിൻ്റെ അപ്പൻ്റെ അഭിനയം, അമ്മയുടെ അഭിനയം, ആ കൊച്ചിൻ്റെ ചേച്ചിയായിട്ടൊരു അഭിനയം. എന്ത് കിടിലൻ സീരീസ് എന്ന് നിങ്ങൾ ധൈര്യമായിട്ട് കണ്ടു. ഒരു കിടിലൻ വെബ് സീരീസ് തൊട്ട് ഭയങ്കര ചർച്ചയായ വെബ് സീരീസാണിത്. ഞാൻ ജസ്റ്റ് 4 എപ്പിസോഡുള്ള കാരണം ഒറ്റയിരിപ്പിന് കണ്ടു തീർത്തു. വർക്ക് കിടിലൻ. നമ്മുടെ ഓരോ ഫ്രെയിമും കിടിലൻ. ഫ്രെയിമല്ല, അതിനകത്ത് കട്ടിങ് ഇല്ലാതെയാണ് പടം ത്രൂ ഔട്ട് പോവുകയാണ്. ഓരോ എപ്പിസോഡും 4 എപ്പിസോഡുണ്ട്. ധൈര്യമായിട്ട് കണ്ടു. പെർഫോമൻസിലും വർക്കിൻ്റെ മേന്മയിലും അതിനകത്ത് ഓരോ ആൾക്കാരുടെ സംഘർഷമാണ് ആ പടത്തിൽ ഓരോ എപ്പിസോഡിൽ കാണിക്കുന്നത്. അതൊരു പോലീസിൻ്റെ ആദ്യത്തെ എപ്പിസോഡ്, പോലീസിൻ്റെ സംഘർഷം. രണ്ടാമത്തേത് ഇവരുടെ വീട്ടുകാരുടെ. മൂന്നാമത്തെ ഈ കൊച്ചിൻ്റെ ഒരു അഭിനയത്തിൻ്റെയാണ് ഒരു എപ്പിസോഡ് മുഴുവൻ. നാലാമത്തെ എല്ലാം ഒന്നിനൊന്നിനും വെച്ച് 4 എപ്പിസോഡ് ധൈര്യമായിട്ടത് കണ്ടു. കിടിലൻ വെബ് സീരീസ് അഡോൾസൻസ്. ധൈര്യമായിട്ട് കണ്ടു, ഉറപ്പ്.